ദൈവത്തിന്റെ വചനം പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശരീരത്തിലെ മുറിവുകൾ ഉണങ്ങും, എന്നാൽ ഹൃദയത്തിലേറ്റ മുറിവുകൾ ഉണങ്ങാൻ വലിയ പാടാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിനേറ്റതായ മുറിവുകൾ അത് വർഷങ്ങൾ കഴിഞ്ഞാലും അത് ചെയ്തില്ല, മാറാതെ പൊറുക്കപ്പെടാതെ അത് പലതരത്തിലുള്ള വിഷയങ്ങൾക്ക് ഇടയാക്കാനിടയാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത് നമ്മുടെ ഹൃദയം ഒരു ഔഷധ നിർമ്മാണശാലയാണ്. എന്താണ്? നമ്മുടെ ഹൃദയം ഒരു ഔഷധ നിർമ്മാണശാലയാണ്. ആ ഹൃദയത്തിനകത്ത് ജീവന്റേതായ ദൈവത്തിന്റെ വചനമകത്ത് ചെല്ലുകയാണെങ്കിൽ നമുക്ക് നിത്യമായ ജീവനും ഉണ്ടാകും, ദീർഘായുസ്സുണ്ടാകും, ആരോഗ്യമുണ്ടാകും. അതേസമയം ആ ഹൃദയത്തിനകത്ത് മുറിവും പഴുപ്പും നിറഞ്ഞതാണെങ്കിൽ നമ്മുടെ ശരീരത്തെയും അത് ബാധിക്കാനിടയാവും, മനസ്സിനെ അത് ബാധിക്കാനിടയാവും. അത് നമ്മുടെ ജീവിതത്തിലെ സകല വിഷയങ്ങളെയും അത് ബാധിക്കാനിടയാവും. കുടുംബ ജീവിതങ്ങളെ ബാധിക്കും, തലമുറകളെ ബാധിക്കും. ആ വ്യക്തികൾ സഭയ്ക്ക് ഒരു പ്രശ്നമായി മാറും, സമൂഹത്തിനൊരു വിഷയം മാറും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ ലഹരി മരുന്നിന് അടിമപ്പെട്ടതായി യൗവനക്കാരെ നമ്മൾ കാണും. അതുപോലെ തന്നെ ഭയങ്കരമായി മറ്റുള്ളവരെ കൊന്നുകളയുന്ന വലിയ കൊടികെട്ടിയ ക്രിമിനൽസിനെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ സെൻട്രൽ ജയിലിലോ അല്ലെങ്കിൽ ജയിൽ മിനിഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരോട് നമ്മൾ ചോദിക്കുന്ന കാര്യം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് ചോദിച്ചാൽ അവർ പറയും, കുഞ്ഞുനാളിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ലായിരുന്നു, അപ്പനും അമ്മയുടെ സ്നേഹം എനിക്ക് ലഭിച്ചില്ല, അതുകൊണ്ട് ഞാൻ മദ്യപാനിയായി, ഒരു കലഹക്കാരനായി. അങ്ങനെ തുടങ്ങി ഏത് മനുഷ്യനും ക്രിമിനലാകുന്നതിന്റെ പുറകിൽ അവന്റെ ഹൃദയത്തിനേറ്റ മുറിവാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു സ്ത്രീ ആകട്ടെ, ഒരു പുരുഷനാകട്ടെ, ആ വ്യക്തി കലഹക്കാരാകുന്നത് അല്ലെങ്കിൽ പ്രശ്നക്കാരായി മാറുന്നത് അവരുടെ ഹൃദയത്തിനേറ്റ മുറിവുകളാണ്. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിയുടെ ചില വ്യക്തികൾക്ക് ഭയങ്കര മൈഗ്രെയിൻ ആണ്, ഭയങ്കര തലവേദന. എപ്പോഴും പറയും, എനിക്ക് തലവേദന എടുക്കുന്നു. ഉള്ളിലുള്ള വേദനകൾ അത് തലവേദനയായി പുറത്തു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലർക്കും കണ്ണിന് പ്രശ്നമുണ്ടാകും, കണ്ണ് കാഴ്ചശക്തി കുറയുന്നു. അതിന്റെ കാരണവും മനസ്സിന്റെ പ്രശ്നങ്ങളാണ്. ഹല്ലേലൂയ. ചിലർക്ക് അൾസർ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നു, അതിന് കാരണവും ആ മാനസിക വിഷയങ്ങളാണ്. ചിലരുടെ ഉള്ളിൽ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വരുന്നു. ക്യാൻസറിന്റെ പ്രധാന കാരണം റിജക്ഷനാണ്. ഹൈ റിജക്ഷൻ. ഭയങ്കരമായി ഉപേക്ഷിക്കപ്പെട്ട, തള്ളപ്പെട്ട, റിജക്റ്റ് ചെയ്യപ്പെട്ടവർക്ക് അത് രോഗമായി വരുന്നതാണ് ഒരു ക്യാൻസർ. അല്ലെങ്കിൽ ആരെങ്കിലും ഹൃദയത്തിനകത്ത് മറ്റുള്ളവരോടുള്ള പകയും വിരോധവും കയ്പും ഉണ്ടെങ്കിൽ ആ കയ്പ് മുളച്ചിട്ട്, ദൈവത്തിന്റെ വചനം എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ വായിച്ചാട്ടെ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. 13-14 വായിക്കേ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ. എല്ലാവരോടും സമാധാനം ആചരിച്ച്. എല്ലാവരും പറഞ്ഞാട്ടെ, എല്ലാവരോടും സമാധാനം ആചരിക്കുക. എല്ലാവരും പറഞ്ഞാട്ടെ, എല്ലാവരോടും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടന്തുള്ള ഉളുക്കിപ്പോകാതെ ഭേദമായിട്ട് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. അത് 14. എല്ലാവരോടും സമാധാനം ആചരിച്ച്. പറഞ്ഞിട്ട് എല്ലാവരോടും സമാധാനം ആചരിപ്പിൻ. പിന്നെ പറയുന്നത് ശുദ്ധീകരണം പ്രാപിപ്പിൻ. പറഞ്ഞട്ടെ, ശുദ്ധീകരണം പ്രാപിക്കുക. അടുത്തത്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ഈ പരിക്കുകളും ഈ വ്രണവും ഇതൊക്കെയാണ് ദൈവത്തിന്റെ വചനം. ഒരു മെഡിക്കൽ കോളേജാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ. എന്താണ് ഒരു സഭ എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജാണ്. ഹല്ലേലൂയ. ഒരു ഹോസ്പിറ്റലിനകത്ത് നമ്മളൊരു മുറിവുള്ളവരായി പോവുകയാണെങ്കിൽ ആ മുറിവേറ്റവരെ എങ്ങനെയാണ് സൗഖ്യമാക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ വളരെ മാറി നിന്നിട്ട് ഐസ് വെച്ചിട്ടാണോ എന്ത് ചെയ്യും? ആ മുറിവിനെ നന്നായിട്ട് ആദ്യം കഴുകും, പിന്നെ വളരെ വേദനയുള്ള നീറുന്ന ചില മരുന്നുകൾ തളിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനകത്തുള്ളതെല്ലാം എടുത്ത് കളയും. എന്നാൽ മാത്രം അതൊരു പെയിൻ ആണെങ്കിലും പിന്നത്തേതിൽ അത് സൗഖ്യമായി മാറും. അതുപോലെ തന്നെ പഴുത്തിരിക്കുന്ന വ്രണമാണെങ്കിൽ
ആ പഴുപ്പ് ഞെക്കിക്കളയാതെ ഒരിക്കലും ആ മുറിവ് സൗഖ്യമാകുകയില്ല. ദൈവത്തിന്റെ വചനവും സഭയ്ക്കകത്ത് വരുമ്പോൾ ദൈവവചനം ഇതുപോലെയാണ്. ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ട് ദൈവവചനം പോകും. ഹല്ലേലൂയ. പക്ഷെ ആ വേദന ഒരു സൗഖ്യമായി വെളിപ്പെടും. ആ വേദന ഒരു രൂപാന്തരമായി മാറും. ആ വേദന ഒരു സ്വസ്ഥതയായി മാറും. ആ വേദനകൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ വചനം ഒരു വാളായി നമുക്ക് ദൈവത്തിന്റെ ഹിതമല്ലാത്ത ചില കൊമ്പുകളെയൊക്കെ വെട്ടി മാറ്റിയിട്ട് പരിക്കുകളൊക്കെ ഭേദമാക്കി പഴുപ്പുകളൊക്കെ എടുത്തു കളഞ്ഞിട്ട് നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. വചനം പറയാണ്, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. അതിനാദ്യം വേണ്ടത് ഹൃദയത്തിനകത്ത് ഒരു ശുദ്ധീകരണം ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്തൊരു ശുദ്ധീകരണം വേണം. വചനം വായിക്കാം. 1 പത്രോസ് 2-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചാട്ടെ. അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 1 പത്രോസ് 2-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം പെട്ടെന്ന്. ആകയാൽ സകല ദുഷ്ടതയും നമ്മുടെ ഹൃദയത്തിനകത്തുള്ള സകല ദുഷ്ടതയും പറഞ്ഞാട്ടെ, സകല ദുഷ്ടതയും, എല്ലാ ചതിവും, എല്ലാ വ്യാജഭാവവും, എല്ലാ അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ, എല്ലാരും പറഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. എന്താണ് ഈ ശിശുക്കളുടെ പ്രത്യേകത? എന്താണ് ശിശുക്കളുടെ പ്രത്യേകത? എന്താണ്? നിഷ്കളങ്കത. പറഞ്ഞാട്ടെ, കാപഠ്യമില്ല. ആ കുഞ്ഞ് ചിരിക്കുന്ന കണ്ട ആ കുഞ്ഞ്, ആ ചെറിയ കുഞ്ഞ് ആയിരിക്കും. ആ പിന്നെ തലമുറകളുടെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ചിരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആ നിഷ്കളങ്കതയുള്ളവരാണോ? നമ്മൾ ദൈവമക്കളെന്നാണ് പേര്. നമ്മൾ അടുത്ത് ഒരാൾ വന്ന് നിന്ന് ചിരിച്ചാൽ പോലും നമ്മൾ ചിരിക്കുമോ? നമ്മളൊന്ന് നല്ല സന്തോഷത്തോടെ കൈ കൊടുക്കുമോ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ മുഖത്ത് ആ സന്തോഷമുണ്ടോ? ചിരിയുണ്ടോ? നിഷ്കളങ്കതയുണ്ടോ? മനുഷ്യന്റെ മുഖം നോക്കിയല്ലേ നമ്മൾ പെരുമാറുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ്? ചതിവും വഞ്ചനയും നുണയും സകല അശുദ്ധിയും നമ്മുടെ അകത്തുള്ളത് കൊണ്ട് നമ്മൾ മനുഷ്യനെ വേർതിരിച്ച് കാണുന്നവരാണ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറയുന്നത്, നീ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ, ഈ ശിശുക്കളെ പോലെ ആകുവിനെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. തിരിഞ്ഞ് എന്ത് ചെയ്യണം? രണ്ടുപേര് വന്ന്, യാക്കോബും യോഹന്നാനും കൂടെ വന്നിട്ട് യേശു ക്രിസ്തുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഞങ്ങളെ കൂടെ ഓർക്കണം, ഞങ്ങൾക്ക് വലത്ത് ഇടത്തും സ്ഥാനം തരണം. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെയൊക്കെ ഈ അടി നിർത്ത്, സ്ഥാനത്തിനും മാനത്തിനും വേണ്ടിയുള്ള അടികൾ നിർത്തണ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നീ എന്ത് ചെയ്യണം? തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആകുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിനകത്തൊരു ശുദ്ധീകരണം ഉണ്ടാകണം. വായിച്ചോ. ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. എല്ലാരും പറഞ്ഞാൽ രക്ഷയ്ക്കായി വളരണം. ഹല്ലേലൂയ. നമ്മൾ കിടക്കുന്ന ഈ കിടപ്പുണ്ടല്ലോ, വഞ്ചനയും നുണയും അസൂയയും പിന്നെ മത്സരവും. വചനം പറയുകയാണ്, പത്രോസിന്റെ ലേഖനവും പറയുന്നു, യൂദയുടെ ലേഖനം പറയുന്ന 3 വഴികളുണ്ട്. എന്താണ്? കായീന്റെ വഴിയിൽ നടക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബിലെയാമിനെ പോലെ നമ്മൾ ആകരുത്. കായീനെ പോലെ സഹോദരങ്ങളോട് അസൂയയുള്ളവനായി, കൊലപാതക ചിന്തയുള്ളവനായി മാറരുത്. ബിലെയാമിനെ പോലെ കൂലി മോഹിച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ ശപിക്കുന്നവരായി മാറരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ പറയുകയാണ്, ഹല്ലേലൂയ, പിന്നെ ആരെ പറ്റി പറയുന്നു? ബിലെയാമിനെ പോലെ, കോരഹ് പുത്രന്മാരെ പോലെ. കോരഹിന്റെ പുത്രന്മാർ, മോശ എന്ന ദൈവം വിളിച്ച അഭിഷിക്തനായ വീണ്ടെടുപ്പുകാരനായ മോശയ്ക്ക് വിരോധമായി അതേ പാളയത്തിനകത്ത് മത്സരികളായി എഴുന്നേൽക്കുകയാണ് കോരഹിന്റെ മക്കൾ. അവരുടെ അവസാനം എന്താണ്? ഭൂമി 2 പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. ദൈവമക്കളായ നമ്മൾ മത്സരികളാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കായീനെ പോലെ നമ്മൾ ദ്രോഹികളായി, കൊലപാതകളായി, അസൂയക്കാരായി മാറരുത്. ഈ വഴികളെല്ലാം വിടണമെന്ന് വചനം പറയുന്നത്. എന്നിട്ട് ശിശുവിനെ പോലെ ആകണം. നമ്മുടെ ഹൃദയം ശിശുക്കളെ ഹൃദയം പോലെ ആകണം. വഞ്ചനയും നുണയും ഈ പരിക്കുകളും കൊണ്ട് നടക്കരുത്. അതുകൊണ്ട് വചനം പറയുന്നത്, നിങ്ങൾ അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവർ എൻ്റെ അടുക്കൽ വരും. എന്താണ് ഈ ഭാരം? എന്താണ് ഭാരം എന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഉള്ള കുറേ ആഗ്രഹങ്ങൾ, കുറേ മോഹങ്ങൾ, കുറേ സ്വപ്നങ്ങൾ, അത് ജഡീകമായത്, ഇതൊന്നും നിറവേറ്റപ്പെടാതെ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നഷ്ടങ്ങൾ, നഷ്ടബോധങ്ങൾ, നഷ്ടചിന്തകൾ, പല നഷ്ടങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്, നഷ്ടബോധങ്ങളുണ്ട്.
ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും മുറിവുകളുണ്ട്. ഭർത്താവ് ഏൽപ്പിച്ച മുറിവുകളായിരിക്കാം, ഭാര്യ ഏൽപ്പിച്ച മുറിവുകളായിരിക്കാം, മക്കളെ ഏൽപ്പിച്ച മുറിവുകളായിരിക്കാം, ബന്ധുക്കളെ ഏൽപ്പിച്ച മുറിവുകളായിരിക്കാം. ഈ മുറിവുകൾ പകയായി കനലായി കൊണ്ടു നടക്കുകയാണ്. നമ്മൾ തേളിനെ പോലെ ആ വിഷം നമ്മൾ ചുവന്നുകൊണ്ട് നടക്കുകയാണ്. അണലിയെ പോലെ വിഷമുള്ളവരായി നമ്മൾ മാറിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതൊരു പഴുപ്പായിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് തലവേദന, അയ്യോ എനിക്ക് തലവെടുക്കുന്നു, എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു. പ്രൈസ് പറയാനായിട്ടില്ലേ, നെഞ്ചുവേദന എടുക്കുന്നു. എന്താ? ഹൃദയത്തിനകത്ത് മുഴുവനും വിഷയങ്ങളാ, ഭാരങ്ങളാ. പ്രൈസ് ദി ലോർഡ്. അവൻ വചനം പറയും, ഇതെല്ലാം വിട്ടിട്ട് അതിൽ നിന്നൊക്കെ നീ രക്ഷ പ്രാപിക്കാൻ, നീ വളരാൻ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകണം. എന്നിട്ട് ശുദ്ധീകരണം നീ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചോ. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത, വചനമെന്ന മായം. എല്ലാം ഇന്നത്തെ നമ്മളെ പാലുകൾ നോക്കുമ്പോ എല്ലാം മായമില്ലേ? പ്രൈസ് ദി ലോർഡ്. മുരളി എന്താ? മുരളി പാലാണ്. മുരളി അതിന്റെ ഫലം പറഞ്ഞത്. പിന്നെ എല്ലാ കമ്പനികളുടെ പാല് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? മുരളിയ അല്ലേ? മുരളിയ, മിൽമ, പിന്നെ എന്തോന്ന് വേറെ എന്തോ പറയുമല്ലേ, ഭയങ്കര പല കമ്പനികളും. പക്ഷെ ഈ പാലെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യാം? നമ്മളൊരു ചായക്കടയിൽ ചെന്ന് കുടിക്കാൻ നിൽക്കുമ്പോൾ എമാർ പാല് കവറോട് കൂടിയാണ് ചൂട് വെള്ളത്തിയിട്ട് ഈ കവർ, ഈ പ്ലാസ്റ്റിക് കവറും കൂടെ അതിനകത്ത് വെന്ത് അങ്ങ് വരും. നമ്മളങ്ങ് കൊഞ്ചോണം കുടിക്കും. ഇതാണ് അൾസറും രോഗവും ക്യാൻസറൊക്കെ വരുന്നത്. പ്ലാസ്റ്റിക് വരെ അകത്താക്കി തരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിനകത്ത് മായമില്ല. ഈ വചനത്തിനകത്ത് ഒരു മായവും ഇല്ല. ഈ വചനമെന്ന പാല് നീ കുടിച്ചാൽ നിന്റെ ഹൃദയത്തിനകത്തുള്ള അഴുക്കുകളെല്ലാം മാറിയിട്ട് നിന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. ശുദ്ധീകരണം പ്രാപിക്കാത്തവരാരും ഇതിനകത്തിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. നിന്റെ ഹൃദയത്തിനകത്ത് ശുദ്ധിയില്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരുമ്പം പറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇരിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കിടന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് പറക്കാന്ന് വിചാരിക്കേണ്ട. നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടാൻ മാത്രമേ അങ്ങോട്ട് കർത്താവ് മേഘാരുടനായി വരുമ്പോൾ നിന്റെ പേര് വിളിക്കണമെങ്കിൽ ഇതിനകത്ത് നിന്റെ ഹൃദയത്തിനകത്തുള്ള കയ്പിന്റെ വേരുകൾ മുളച്ചിരിക്കുന്ന അവസ്ഥ മാറണം. വചനമെന്ന മായമില്ലാത്ത പാല് നീ കുടിക്കണം. നിന്റെ ഹൃദയത്തിനകത്തുള്ള സകല വഞ്ചനയും നുണയും സകല അശുദ്ധിയും മാറിയിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നിഷ്കളങ്ക ഹൃദയമുള്ളവരായി നീ മാറണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് രക്ഷയ്ക്കായി വളരുവാൻ ദൈവത്തിന്റെ വചനം, ആ മായമില്ലാത്ത പാല് നീ കുടിക്കണം. എബ്രായർക്കെഴുതിയ ലേഖനം വീണ്ടും വായിച്ചോ. 14-ാമത്തെ 12-14 വായിച്ചോ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും ആരും ദൈവത്തിന്റെ കൃപ വിട്ട് നീ എന്ത് ചെയ്യരുത്? പിന്മാറി പോകരുത്. പിന്നെ വല്ല കയ്പുള്ള വേരും വല്ല കയ്പുള്ള അതായത് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയങ്ങളൊക്കെ നീ എടുത്ത് അങ്ങോട്ട് ഇട്ട് നിന്റെ ഹൃദയത്തിനകത്ത് കയ്പും വെച്ചുകൊണ്ട് നടന്നാൽ ആ വേര് മുളയ്ക്കും. അതായത് കയ്പിന്റെ പ്രശ്നം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഇതൊരു വേരായിട്ട് അത് മുളച്ച് ഇതങ്ങ് പോകുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നീ ആറ്റരകത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷമായിരിക്കാനുള്ള വിളിയാണ് നിനക്കുള്ളത്. നിന്റെ വേരെന്ന് പറയുന്നത് നേരെ ചെന്ന് നിൽക്കേണ്ടത് പരിശുദ്ധാത്മാവ് എന്ന നദിക്കകത്താണ് നിൽക്കേണ്ടത്. നീ ജീവിക്കേണ്ടത് പരിശുദ്ധാത്മാവിലാണ് ജീവിക്കേണ്ടത്. ആത്മാവിൽ നടക്കുന്നവൻ എന്നേക്കും ജീവിക്കും, ജഡത്തിൽ നടക്കുന്നവൻ മരിക്കുമെന്ന് വചനം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. മരണം സംഭവിക്കുന്നത്, രോഗം സംഭവിക്കുന്നത്, എപ്പോഴും വേദന, എപ്പോഴും ശരീര രോഗം, അവിടെ വേദന, ഇവിടെ വേദന, രോഗം, ഭാരം, കഷ്ടം, ശുശ്രൂഷയ്ക്ക് പോകുന്നു, ആരാധനയ്ക്ക് പോകുന്നു, പിന്നെ പറയുന്നു വയ്യ, നെഞ്ചുവേദന, തലവേദന, തലവെരുപ്പ്, തല പൊട്ടിപ്പോകാൻ പോകുന്നത് പോലെ ഇരിക്കുന്നു. എന്താ പ്രശ്നം? ഹൃദയത്തിനകത്ത് ഔഷധമായിരിക്കേണ്ട ഹൃദയം മലിനമായിരിക്കുകയാണ്. വല്ല കയ്പും നിന്റെ അകത്ത് വന്നിട്ട് ആ വേര് നേരെ ആഴത്തിൽ വേരൂന്നി കയ്പ് വർദ്ധിച്ച് പോയിസണായി ഇത് നിന്റെ ശരീരത്തെയും മനസ്സിനെയും കാർന്നു തിന്നുന്ന ക്യാൻസർ ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് വിടുതലില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നും വേദന, എന്നും ദുഃഖം, എന്നും നിരാശ, എപ്പോഴും കരച്ചിൽ, എപ്പോഴും പിന്നെ വിഷാദം, എപ്പോഴും കണ്ണുനീര്, എപ്പോഴും പിറുപിറുപ്പ്. ദൈവമക്കളെ, ഇത് ദൈവമക്കളുടെ ആത്മാവല്ല. ആത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ പോലെ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധം നിനക്കുണ്ടെങ്കിൽ നീ എങ്ങനെ ഇരിക്കും എന്നറിയാമോ? നീ ആറ്റരകത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. നീ കറക്റ്റ് സമയത്ത് ഫലം കായ്ക്കുന്ന വ്യക്തിയായിരിക്കും.
നീ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നവനായിരിക്കും. നിന്റെ ഇല വാടത്തില്ലെന്ന് പറഞ്ഞാൽ നീ വാടിപ്പോകത്തില്ലെന്ന്. ഈ ലോകത്ത് എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എത്ര വലിയ കല്ലേറുണ്ടായാലും, സ്തേഫാനോസിന്റെ മുമ്പിൽ വന്ന് സകല മനുഷ്യരും കല്ലെടുത്തെറിഞ്ഞപ്പോൾ സ്തേഫാനോസിനെ കണ്ടവർ ഞെട്ടിപ്പോയി. അവർ വിചാരിച്ചു, കരഞ്ഞ് നിലവിളിച്ച് അയ്യോ എന്നിവരെല്ലാം കൊല്ലുന്നേന്ന് വിളിച്ച് കരയുമെന്ന് വിചാരിച്ചപ്പോൾ സ്തേഫാനോസ് പറയാണ്, ഈ കല്ലേറ് നിർത്തരുത്, കാരണം എന്റെ ആ കണ്ണുകൾ ജീവനുള്ള ദൈവത്തെ കാണുകയാണ്, തുറക്കപ്പെട്ട സ്വർഗം ഞാൻ കാണുകയാണ്. സ്തേഫാനോസിന്റെ മുഖം വാടിയില്ല, അതിനു പകരം സ്തേഫാനോസിന്റെ മുഖം ശോഭിക്കുന്നു, സൂര്യനെ പോലെ ശോഭിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? യേശുവിന്റെ നാമത്തിലുള്ള ബന്ധം, കർത്താവുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധം, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, അഭിഷേകത്തിൽ നിറഞ്ഞൊരു ജീവിതം. ജഡത്തിലല്ല ജീവിക്കുന്നത്, ക്രിസ്തുവിൽ ജീവിക്കുന്നവന് വാട്ടമില്ല. പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും രോഗങ്ങളുടെയും കഷ്ടങ്ങളുടെയും നടുവിൽ നിന്നാലും ആ വ്യക്തി വാടിപ്പോകത്തില്ല, ആ വ്യക്തി കരഞ്ഞുകൊണ്ട് നടക്കത്തില്ല, പുറപുറത്തോണ്ട് നടക്കത്തില്ല. അവൻ ആരോഗ്യമുള്ളവനായിരിക്കും, ആത്മീക ആരോഗ്യമുള്ളവനായിരിക്കും. ആത്മീക ആരോഗ്യം നീ പ്രാപിക്കുക, ആത്മീക ആരോഗ്യം നീ പ്രാപിക്കുക. നീ തണുത്തു പോകുന്നവനായി, ആ രണ്ടൊരു ചത്തവനായിരിക്കാതെ നീ എന്ത് ചെയ്യണം? ജീവനുള്ളവനായിരിക്കുന്നതിന് ആ യേശുവായിട്ടൊരു ബന്ധം നിന്റെ അകത്തുണ്ടാകണം. പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ലൈഫിനകത്ത് ഒരു മാറ്റം. ഈ പഴുത്ത വ്രണവും വെച്ചോണ്ട് നടക്കുന്നത് അവസാനിപ്പിക്കുക. നിന്റെ ഹൃദയത്തിനകത്തുള്ള കയ്പിന്റെ വേര് മുളച്ചിട്ട് അവിടെ വചനം പറയുന്നു, ആ വൈശോ പ്രൈസലോ, കയ്പിന്റെ വേര് വന്നാൽ എന്തൊക്കെ സംഭവിക്കും? കയ്പിന്റെ വേര് നിന്റെ അകത്ത് വന്നാൽ നിന്റെ കുടുംബവും കലക്കും, നീ നിന്റെ സഭയും കലക്കും. പ്രൈസലോ, നീ പോകുന്നിടത്തെല്ലാം നീ കലക്കുന്ന ആളായിരിക്കും. നീ എങ്ങനെയെങ്കിലും നശിപ്പിക്കുന്നവനായിരിക്കും. നീ വ്യക്തികളെ നശിപ്പിക്കും, കുടുംബങ്ങളെ നശിപ്പിക്കും. ഹല്ലേലൂയ. സൗഹൃദ ബന്ധങ്ങളെ നശിപ്പിക്കും. ഹൃദയത്തിനകത്ത് കയ്പിന്റെ വേര് മുളച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? സ്വസ്ഥത കൊടുക്കത്തില്ല. വീട്ടിനകത്താണെങ്കിലും എവിടെയാണെങ്കിലും സ്വസ്ഥതയില്ല. അവരുടെ ഹൃദയം മുഴുവനും ഞാൻ എനിക്ക് സെൽഫിഷ് ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കലക്കമുണ്ടാക്കാൻ വേണ്ടി മാത്രം ജനിച്ച വിളിയുള്ള ആൾക്കാരുണ്ട്. അവരെവിടെ ചെന്നാലും മറ്റുള്ളവർക്ക് ദുഃഖമേ കൊടുക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എങ്ങനെ അവരെ സ്നേഹിച്ച് കരുതി കൂടെ നിർത്താൻ നോക്കിയാലും ഈ കയ്പിന്റെ വേര് മുളച്ചു കഴിഞ്ഞാൽ ഇവരുടെ അകത്ത് എത്ര സ്നേഹം വാരിക്കോരി കൊടുത്താൽ അവർ പറയും എനിക്ക് പോരാ. പ്രൈസ് ദി ലോർഡ്. അവർ കലക്കമുണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു സഭയ്ക്കകത്ത് എന്നാ ചില ആൾക്കാർ കലക്കമുണ്ടാക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണ് സഭയ്ക്കകത്ത്. അവർ വന്ന് ഗ്രൂപ്പിസം ഉണ്ടാക്കും. അവരൊരു ജോയിന്റായി ഒരു ഗ്രൂപ്പിസങ്ങൾ ഉണ്ടാക്കുന്നു. നുണയും പരദൂഷണവും വഞ്ചനയും ചാതിയും ഒക്കെ ഉണ്ടാക്കി കലഹമുണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വേണ്ടിയിട്ട് പല ചർച്ച മാറി ഓടി അവിടെ പോയി ഇവിടെ 100 ചർച്ച് കറങ്ങി വരുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഏത് സഭയിലും നിൽക്കത്തില്ല. അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവർ പറയും അപ്പുറത്തെ സഭയിൽ അങ്ങനെയാണ്, ഇപ്പുറത്തെ സഭയിൽ അങ്ങനെയാണ്, അവിടുത്തെ സഭയിൽ ഇങ്ങനെയാണ്, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങനെ ആക്കാൻ വേണ്ടി അവർ ശ്രമിച്ച് അവർ കലക്കം ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം പറയുന്നു, നിന്റെ ഹൃദയത്തിനകത്തുള്ള മലിനതയും നിന്റെ കലഹത്തിന്റെ ആത്മാവും നിന്റെ അകത്തുള്ള കയ്പിന്റെ വേരുമാണ്. നീ എവിടെ ചെന്നാലും ഉറയ്ക്കാതെ, സ്ഥിരതയില്ലാതെ, ഹല്ലേലൂയ സ്തോത്രം, നിന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഫലം കായ്ക്കാൻ പറ്റാതെ നിനക്കെന്ത് ചെയ്യും? ഒരു മരണം നിനക്ക് സംഭവിക്കും. നീ ആത്മീകമായി മരിക്കും, ശാരീരികമായി മരിക്കും. അതുകൊണ്ട് ഇന്ന് പകല് കലക്കത്തിന്റെ ആത്മാവ് നിന്നെ വിട്ട് മാറേണ്ടതിന് നിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ കയ്പിന്റെ വേരിനെ നീ വേരോടെ വെട്ടിക്കളയണം. അടുത്ത വായിച്ചോ. അനേകർ അതിനാൽ മലിനപ്പെടുകയും അനേകർ അതിനാൽ എന്ത് ചെയ്യുന്നു? മലിനപ്പെടുന്നു. കലക്കം. അതാണ് അവര് ദുഃഖം മാറാൻ വേണ്ടി അവരെന്ത് ചെയ്യും? മദ്യപിക്കും, സിഗരറ്റ് വലിക്കും, കഞ്ചാവടിക്കും. അവർ പലതരത്തിലുള്ള അടിമത്ത നുഖത്തിനകത്തവരായി പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവരിങ്ങനെ ഫോൺ എടുത്ത് 100 പേരെ വിളിച്ച് നുണയും പരദൂഷണവും പറഞ്ഞുകൊണ്ടിരിക്കും. കയ്പിന്റെ വേര് മുളച്ചു കഴിഞ്ഞാൽ കുറ്റം പറഞ്ഞുകൊണ്ട്, കുറ്റം പറയുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. കയ്പിന്റെ വേരകത്തുള്ളവര് എപ്പോഴും ഫോൺ എടുത്ത് 10 പേരെ കുറ്റവും പരദൂഷണവും അപവാദം പറഞ്ഞുകൊണ്ട് അത് അവരുടെ കയ്പകത്ത് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കലഹം ഉണ്ടാക്കും. മലിനപ്പെട്ടു പോയി, അവർ മലിനപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകരെന്ത് ചെയ്യും? അവര് മറ്റുള്ളവരെ കൂടെ മലിനമാക്കി കളയും. വായിച്ചോ. ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിനെ
ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ ഹല്ലേലൂയ, സ്തോത്രം. ഇതെല്ലാമാണ് പരിക്കുള്ള വ്രണമുള്ള വ്രണം ഉണങ്ങാത്തവരുടെ അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവിന്റെ പുസ്തകം 30:17 വാക്യം മുതൽ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച്. എന്നാൽ ദൈവം പറയാണ്, നിന്റെ ജീവിതത്തിലെ കഷ്ടവും നിന്നെ ഈ ലോകത്തുള്ള സകലരെ നോക്കി എപ്പോഴും പറയോ കഷ്ടം. നമ്മൾ അത് കേൾക്കാൻ ആഗ്രഹിക്കുക. ചില ആൾക്കാർ സഹതാപ തരംഗത്തിന് വേണ്ടി നടക്കുന്നവരാണ്. ആരെങ്കിലും പാവം, അയ്യോ പാവം, കഷ്ടം. ദൈവമക്കളായ നമ്മൾ അത് കേൾക്കാനുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെങ്കിലും കൊണ്ട് അയ്യോ കഷ്ടം, പാവം, അങ്ങനെയാണോ? ഭർത്താവ് സ്നേഹിക്കുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭർത്താവ് നോക്കുന്നില്ലേ? അല്ലെങ്കിൽ ഭാര്യ അങ്ങനെ നമ്മളെ വിഷയങ്ങൾ ചെന്ന് കരഞ്ഞ് വിഷണ്ട കരഞ്ഞ് കുറെ പിറുപിറുക്കുമ്പോൾ ആൾക്കാർ നമ്മളെ നോക്കി കഷ്ടം. ഹല്ലേലൂയ. അവർ കഷ്ടമെന്ന് പറയേ ഉള്ളൂ, പ്രശ്നത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവാത്മാ പറയാൻ, നിന്നെ വിടുവിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ. ഒരു മനുഷ്യന്റെ അടുത്തും ചെന്ന് നിന്റെ പരാതിയും പരഭവും കണ്ണുനീരും കൊണ്ട് പറഞ്ഞാൽ അവർ നിന്നെ നോക്കി കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞിരിക്കേ ഉള്ളൂ, നിനക്ക് വിടുതലില്ല. പക്ഷെ ഇന്ന് പകൽ യേശു പറയുകയാണ്, അങ്ങനെ കഷ്ടത്തിലായിരിക്കുന്ന നിന്റെ ദൈവം വിടുവിക്കാൻ സമയമായിരിക്കുകയാണ്. നിന്റെ ബന്ധനങ്ങളെ പരിശുദ്ധാത്മാവ് അഴിക്കാൻ പോവുകയാണ്. നിനക്കൊരു വലിയ വിടുതലിന്റെ ഒരു സീസൺ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വായിക്കാം. യെഹെസ്കേലിന്റെ പുസ്തകം 36:11 വായിച്ചാട്ടെ. 37:13 വായിക്കാം. 37:13. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളിപ്പോ കിടക്കുന്ന കിടപ്പൊരു ശവക്കുഴിക്കകത്ത് കിടക്കും പോലെയാ. ശവക്കുഴിയുടെ പ്രത്യേകത എന്താണ്? ഭയങ്കര സ്മെല്ല്, അസ്ഥികൂടങ്ങൾ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് നിന്ന് ആരും ഇന്ന് വരെ എഴുന്നേറ്റ് വന്നിട്ടില്ല, ഒരാളൊഴിച്ച്, യേശു ക്രിസ്തു ഒഴിച്ച്. ശവക്കുഴിക്കകത്ത് നിന്ന് പുറത്തു വന്ന ഒരുവനെ ഉള്ളത് കർത്താവായ യേശു. ഹല്ലേലൂയ. ലോകം യേശു ക്രിസ്തുവിനെ ശവക്കോട്ടയ്ക്കകത്താക്കാൻ ശ്രമിച്ചപ്പോൾ കർത്താവ് പുറത്തു വന്നു. ആ പുറത്തു വന്നവന് നമ്മെയും പുറത്തു കൊണ്ടുവരാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയാണ്, നീ ശവക്കുഴിക്കകത്ത് കിടക്കുക, നിന്റെ ഹൃദയം തകർന്ന് പൊട്ടി തകർന്ന് പഴുപ്പ് മരിച്ച്. പ്രൈസ് ദി ലോർഡ്. ലാസർ മരിച്ചവനായിരുന്നു, മരിച്ച് അടക്കപ്പെട്ട് ശവക്കുഴിക്കകത്ത് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. പഴുത്തിരിക്കുക, പ്രൈസ്, വ്രണങ്ങളായിരിക്കുകയാ, ഹോപ്പ് നഷ്ടപ്പെട്ടിരിക്കുക. യേശു ക്രിസ്തു വന്നത് ആ ശവക്കുഴിക്കകത്ത് കിടക്കുന്ന ലാസറിനെ നോക്കി കരയാനല്ല വന്നത്. യേശു വന്നത് ആ കുഴിക്കകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരാനാണെങ്കിൽ ആത്മാ വിളിച്ചു പറയുകയാണ്, ഇന്ന് പകൽ ആ പഴുപ്പും മുറിവുമായി വേദനിക്കപ്പെട്ട് തകർക്കപ്പെട്ട് ശവക്കുഴിക്കകത്ത് കിടക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ഞാൻ നിന്റെ വീട്ടിനകത്ത് വരാൻ പോകുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരാൻ പോകുന്നു, ഞാൻ നിന്റെ പേര് വിളിക്കാൻ പോവുകയാണ്, ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു നിന്ന് നടത്താൻ പോവുകയാണ്, ഞാൻ നിന്റെ വീട്ടിനകത്ത് വരുന്നത്, ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വരുന്നത്, നിന്റെ ജീവിതത്തിലോട്ട് വരുന്നത്. ശവക്കുഴിക്കകത്ത് നാറ്റം വെച്ച് കിടക്കുന്ന നിന്നെ, അഴുക്ക് ചാലിനകത്ത് കിടക്കുന്ന നിന്നെ, രക്ഷപ്പെടാൻ ഏതൊരുവിധ മാർഗവുമില്ലാതെ കിടക്കുന്ന നിന്നെ, രക്ഷപ്പെടാൻ മാർഗമില്ലാതെ, രക്ഷയില്ലാതെ, ഹല്ലേലൂയ, പിശാച് പിടിച്ച് തകർന്ന് മരിച്ച് മണ്ണടിഞ്ഞ് കിടക്കുന്ന നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവ് വരും. പക്ഷേ യേശു വരണമെങ്കിൽ നീ യേശുവിനോട് ചേർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ജീവിതത്തിൽ ഏത് അവസ്ഥയിൽ കിടന്നാലും എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഈ ലാസറിന്റെ ഭവനത്തിനകത്ത് യേശു വന്നു. കർത്താവ് വരാൻ കാരണം വചനം പറയുന്നു, ആ കർത്താവിന് പ്രിയപ്പെട്ട ഭവനമായിരുന്നു അത്. അവിടെ സംഭവിക്കുന്ന വചനം പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബമാണത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവന്റെ ഭവനത്തിനകത്ത് ഒരു വിഷയം വന്നപ്പോൾ യേശു വന്നു. അതിന് കാരണം എന്താണ്? മരിക്കുന്നതിന് മുമ്പ്, മരണ വീടാകുന്നതിന് മുമ്പ് ആ വീടിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ വിശുദ്ധനായ അഭിഷിക്തനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടവർ ആ വീട്ടിനകത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറിയ യേശുവിന്റെ അടുക്കലിരുന്ന് വചനം കേൾക്കും. മാർത്ത
അഭിഷിക്തന് പാചകം ചെയ്ത് ഭക്ഷണം കൊടുക്കും. പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ആ വീട്ടിനകത്ത് കർത്താവ് കയറും. ഹല്ലേലൂയ. അത് വിശുദ്ധന്മാരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ഭവനമായിരുന്നു. ഹല്ലേലൂയ. ലാസർ യേശുക്രിസ്തുവിനോട് കൂടി വിസിറ്റിങ്ങിന് പോകും. ഹല്ലേലൂയ. ആ വീട്ടിലുള്ളകത്തുള്ള 3 പേരും യേശുവിന്റെ കൂടെ ചേർന്നിരുന്നവർ. നിന്റെ യൗവനകാലത്ത് നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ, നിനക്ക് ആയുസ്സുള്ളപ്പോൾ, നിന്റെ കൈയും കാലും ചലിക്കുന്ന സമയത്ത്, പ്രൈസ് ദി ലോർഡ്, വീട്ടിൽ കിടന്ന് ഉറങ്ങാതെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ നീ ദൈവസന്നിധിയിൽ വരികയും, ഹല്ലേലൂയ, സ്തോത്രം, വിശുദ്ധന്മാരോട് ചേർന്ന് സുവിശേഷ വേല ചെയ്യുകയും, സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയും, ദൈവരാജ്യത്തിന് കൊടുക്കാനും, ഹല്ലേലൂയ, ദൈവസഭയോട് വേണ്ടി പ്രാർത്ഥിക്കാനും, വിശുദ്ധമായ അഭിഷിക്തന്മാരെ വീട്ടിനകത്ത് വിളിച്ച് സൽക്കരിക്കാനും ഒക്കെ നിനക്ക് നല്ല ഒരു കാലമുള്ളപ്പോൾ അത് ചെയ്യുമ്പോൾ ഓർമ്മയുടെ പുസ്തകത്തിനകത്ത് അത് എഴുതപ്പെടും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ദൈവം നിന്റെ നിസ്സഹായ അവസ്ഥയിൽ, നീ ഏതെങ്കിലും സാഹചര്യത്തിൽ ലോകത്തിലുള്ള സകല മനുഷ്യരും, ബന്ധുക്കളും, നാട്ടുകാരും, വീട്ടുകാരും നിന്നെ കൈവിട്ട് നീ കിടക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, നീ ദൈവസഭയോടും ദൈവരാജ്യത്തോടും ചെയ്തത് ഓർത്തുകൊണ്ട് ദൈവം നിന്നെ കൈവിടാതെ നിന്റെ നിസ്സഹായ അവസ്ഥയിൽ നിനക്ക് യേശുവിനെ വിളിക്കാൻ പറ്റാതെ കിടക്കുമ്പോൾ, നീ വിളിച്ചില്ലെങ്കിലും നിന്റെ ഭവനത്തിൽ, നിന്റെ അടുക്കൽ, നിന്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടാക്കാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അതിനെന്ത് ചെയ്യണമെന്ന് അറിയാമോ? കർത്താവുമായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ നല്ല ഒരു ബന്ധം ഉണ്ടാകണം. നിനക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ വായും തുറന്ന് വന്ന് ഒരു ചർച്ചിനകത്ത് വന്നിരുന്നിട്ട് ഇങ്ങോട്ട് നോക്കിയിരുന്ന്, അല്ലെങ്കിൽ എങ്ങോട്ട് നിന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുക, അത് കൈയടിച്ച് ആരാധിക്കണം. നിന്റെ വായ അങ്ങോട്ട് തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിന്റെ വായ ഒരു ശവക്കുഴി ആകരുത്, അത് വിശുദ്ധമായി മാറണം. നിന്റെ വായ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കുന്ന വായായി മാറണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹൃദയം ഒരു ശവക്കുഴി ആകരുത്, മറ്റുള്ളവരുടെ വിഷയങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ശവക്കുഴി ആകരുത് നിന്റെ ഹൃദയം. അതിന് പകരം നിന്റെ ഹൃദയം യേശുവിനെ ചുമക്കുന്ന ഹൃദയമാകണം. നിന്റെ കരങ്ങൾ വിശുദ്ധമാകണം, നിന്റെ നാവ് വിശുദ്ധമാകണം. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ സന്നിധിയിൽ വരണം, നീ ആരാധിക്കണം, നീ ദൈവരാജ്യത്തിന് കൊടുക്കണം, നിന്റെ തലമുറയെ അത് പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ എന്ത് ചെയ്യുമെന്നറിയാമോ? ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കിടക്കുമ്പോ, പ്രൈസ് ദി ലോർഡ്, അവർ വിളിക്കും, അയ്യോ പാസ്റ്ററെ, ഒരാള് സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹോസ്പിറ്റലിൽ. ആരാ? എന്താ പേര്? ഇന്ന പേരാ എന്ന് പറയുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്റെ ഹൃദയത്തിനകത്ത് നിന്റെ ഫേസ് വരും, നിന്റെ ചിത്രം വരും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ ദൈവദാസന്മാർ ഇങ്ങനെ പറയരുത്, അയ്യോ ആ സഭയിൽ വന്നിരുന്ന് ഉറങ്ങുന്നവനാണോ? പ്രൈസ് ദി ലോർഡ്. ആ സഭയ്ക്കകത്ത് വന്ന് അടിയും ബഹളവും ഗ്രൂപ്പിസവും വഴക്കുണ്ടാക്കുന്ന അവനാണോ? പ്രൈസ് ദി ലോർഡ് എന്ന് പറയരുത്. ഭാഷന്മാരെ കണ്ട് ഒളിച്ച് വന്നിട്ട് തൂണിന്റെ മറവിലിരുന്ന് കള്ളന്മാരെ പോലെ വന്നിരുന്നിട്ട് പോകുന്നവനാണോ എന്ന് പറയരുത്. അതിന് പകരം ആത്മാവിലും സത്യത്തിൽ, അയ്യോ ആ സഹോദരനാണോ, അയ്യോ ആ ബ്രദർ വന്നാലുണ്ടല്ലോ, ഹല്ലേലൂയ, കന്നുക്കുട്ടിയെ പോലെ സഭയ്ക്കകത്തിരുന്ന് ആരാധിക്കുന്നവനാ, അവൻ ദൈവസഭയ്ക്ക് കൊടുക്കുന്നവനാ, ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനാ, അവൻ ഇനിയും ജീവിച്ചിരുന്നാൽ ദൈവസഭയ്ക്ക് ഒരു ബ്ലെസ്സിംഗ് എന്ന് നിന്നെ കുറിച്ച് അഭിഷിക്തന്മാർക്ക് തോന്നണമെങ്കിൽ നീ അങ്ങനെ ആയിരിക്കണം. അപ്പോഴാ നിന്റെ നിസ്സഹായസ്ഥ. അറിയാമല്ലോ, കൊറോണ വന്നാൽ ഒന്ന് തുമ്മിയാ നിന്റെ അടുത്തിരിക്കുന്നവരെല്ലാം പോടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് തുമ്മ, ഒറ്റ എണ്ണം നിന്റെ വീട്ടിനകത്ത് കയറ്റത്തില്ല. ബസ്സിൽ പോകുമ്പോൾ ഒന്ന് തുമ്മി നോക്കുക, അടുത്തിരിക്കുന്നവൻ ഓടി രക്ഷപ്പെടും. ഹല്ലേലൂയ. ഒന്ന് തുമ്മിയാ പോകുന്ന ബന്ധങ്ങളാണ് ഇന്നത്തെ നിന്റെ ബന്ധങ്ങളല്ല. പക്ഷേ നിനക്ക് ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നീ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കണം യേശുവുമായിട്ട്. ബുദ്ധിയുള്ളവരൊക്കെ ചെയ്യും. ബോധവും ബുദ്ധിയില്ലാത്ത അഹങ്കാരം നികളവും പിടിച്ചവന്മാര് ഇങ്ങനെ തവള ഇങ്ങനെ പാണ്ടി ലോറിയിലെ ഫ്രണ്ടിൽ നിന്ന് വീർത്തിരിക്കും പോലെ അങ്ങനെ ഇരിക്കും. അവന്റെ കാര്യത്തിന് തീരുമാനമാവും. പക്ഷെ ബോധവും ബുദ്ധിയുള്ളവൻ ദൈവത്തിന്റെ കൂടെ ചേർന്നിരിക്കും. ആരോഗ്യമുള്ള യൗവന പ്രായത്തിൽ യേശുവിന് നിന്റെ ജീവിതം കൊടുക്കണം. എന്നിട്ട് നാട്ടുകാരോടെ കൂടെയും കള്ളുകുടിക്കാരന്മാരുടെയും നുണ പറയുന്നവന്റെ കൂടെയും അവാദം പറയുന്നവന്റെയും കൂട്ടുകൂടി നടന്നാൽ നിന്നെ ചുമക്കുന്നതും അവരായിരിക്കും. വിശുദ്ധന്മാർ നിന്നെ ചുമക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ അവസാനം അതിദാരുണമായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ നീ ദൈവത്തിന്റെ കൂടെ ചേർന്നിരുന്നാൽ നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. നിനക്ക് നിന്റെ നിസ്സഹായ അവസ്ഥയിൽ നീ വിളിക്കാതെ തന്നെ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്നൊരു ദൈവം.
ലാസറിന്റെ ഭവനത്തിനകത്ത് ഹല്ലേലൂയ യേശു വന്നില്ല മരിച്ചപ്പോൾ. പക്ഷെ 4 ദിവസമായപ്പോൾ വിളിക്കാതെ മരണ വീട്ടിനകത്ത് കഞ്ഞി കുടിക്കാനല്ല യേശു വന്നത്. യേശുവിന്റെ കൂടെ ചേർന്നിരുന്ന കുടുംബത്തിനകത്ത്, യേശുവിന് പ്രിയപ്പെട്ടവന്റെ ഭവനത്തിനകത്ത് യേശു വന്നത് ഹല്ലേലൂയ അവരുടെ വിലാപ ഭവനത്തെ സന്തോഷ ഭവനമാക്കാനാണ്. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ഭവനത്തെ സന്തോഷ ഭവനമാക്കാൻ, നിന്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടാക്കാൻ, ആഴത്തിൽ കിടക്കുന്ന നിന്റെ വിഷയങ്ങളിൽ മറുപടി തരാൻ, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, നിനക്ക് ഉയർച്ച തരാൻ, നിന്റെ ബന്ധനം അഴിപ്പാൻ ആത്മാവിന് പ്ലാനുണ്ട്. നിന്നെ ശവക്കുഴിക്കകത്തു നിന്ന് ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോയ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതാണ് മൊർദെഖായിയുടെ അവസ്ഥയും അങ്ങനെയായിരുന്നു. താന് കഴുമര ഉണ്ടാക്കി വെച്ച ഹാമാൻ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ രാജാവിന് ദൈവം ഉറക്കം കൊടുത്തില്ല. രാജാവ് ചോദിക്കുകയാണ്, ഹാമാൻ പിന്നെ മൊർദെഖായി എന്തെങ്കിലും എൻ്റെ രാജകീയ ചരിത്രത്തിനകത്ത് ഓർമ്മിക്കാൻ തക്കവണ്ണം എന്തുണ്ട് നോക്കിയപ്പോൾ മൊർദെഖായി രാജാവിന്റെ പ്രാണനെ രക്ഷിച്ചത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. രാജാവ് പറഞ്ഞു, മൊർദെഖായിയെ കൊണ്ടുവന്ന് രാജ്യത്തിലെ 2ാമനാക്കി കുതിരപ്പുറത്ത് കയറ്റി ഓടിക്ക്. ഹല്ലേലൂയ. ഹാമാനെ നീ ഉണ്ടാക്കിയ കഴുകമരം അത് കണ്ട ഒരു ദൈവമുണ്ട്. ഇന്ന് ദൈവമക്കളെ, എനിക്കും നിനക്കും വിരോധമായി പിശാചുണ്ടാക്കുന്ന സകല കഴുകമരങ്ങളും അറിയുന്ന ഒരു ദൈവം ഞാനും നീയും അറിയുന്നില്ല. എന്നാൽ ദൈവം അത് അറിയുന്നുണ്ട്. അറിയുന്ന ദൈവത്തിന് നിന്നെ വിടുവിക്കണമെങ്കിൽ നീ ദൈവത്തോട് ചേർന്നിരിക്കാൻ, നീ നിഷ്കളങ്ക വഴിയിൽ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പാപത്തിന്റെയും മലിനതയുടെയും കലക്കത്തിന്റെയും വഴികളിൽ നിന്ന് മാറി, വൈരാഗ്യത്തിന്റെയും സ്പർദ്ധയുടെയും ദ്വന്ദ്വപക്ഷത്തിന്റെയും വഴിയിൽ നിന്ന് മാറിയിട്ട് നിഷ്കളങ്ക വഴിയിൽ നിന്ന് നടന്നു നോക്ക്. നിഗളിക്കാതെ നടന്നു നോക്ക്. നിന്റെ നിസ്സഹായ അവസ്ഥയിൽ ദൈവം നിന്നെ ഓർക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം ഇന്ന് പകല ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അഴുക്കും മാറട്ടെ, സകല പരുക്കളും മാറട്ടെ, സകല കലക്കവും മാലിന്യവും വിട്ടുമാറിയിട്ട് വിശുദ്ധിയും വേർപാടോടെ, ശുദ്ധിയോടെ, ആത്മനിറവോടെ, പരിശുദ്ധാത്മാവിന്റെ നിറവോടെ മുന്നോട്ട് ഓടുവാൻ തക്കവണ്ണം ഈ ജനത്തിന്റെ അകത്ത് ദൈവത്തിന്റെ തീ കത്തട്ടെ. സകല അശുദ്ധികളും മാറട്ടെ, സകല കലക്കങ്ങളും മാറട്ടെ, സകല പരുക്കുകളും പഴുക്കളും മാറിപ്പോകട്ടെ. ഹൃദയം ശുദ്ധീകരിക്കപ്പെടട്ടെ. ആത്മാവിൽ കയറി ആരാധിച്ചോ, കൈയടിച്ചെന്ന് ആരാധിക്കുക. യേശുവിന്റെ കൂടെ ചേർന്ന് അങ്ങോട്ട് ഇരിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളെ, ജീവിതങ്ങളെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. യേശു കർത്താവ്